വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത്. സബ്ജക്റ്റ് ബിസിനസ് മാനേജ്മെൻറ്റ്. മുൻകാലങ്ങളിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആദ്യത്തെ 2001 മുതൽ 2007 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് 5 മാർക്സിൻ്റെയും എസ്സേ ടൈപ്പും. ഈ വീഡിയോയിൽ ഇന്നത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2008 മുതൽ 2019 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. 2008 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 5 മാർക്സിൻ്റെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എക്സ്പ്ലെയിൻ മാസ്ലോസ് നീഡ് ഹയറാർക്കി. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു, നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞാൽ അത്രത്തോളം റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ് ഇത്. മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി പഠിക്കാം. ദെൻ എക്സ്പ്ലെയിൻ ദ ആർഗ്യുമെൻറ്റ് ഇൻ ഫേവർ ഓഫ് അസ്യൂമിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളത് യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കൺസ്യൂമർ, ടുവേഴ്സ് ബിസിനസ് ഓണർ എന്നൊക്കെ പണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അസ്യൂമിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് നമുക്ക് ഏതൊക്കെയാണ് ആർഗ്യുമെൻറ്റ് ചെയ്തത്? ഇൻ ഫേവർ ആണ് കേട്ടോ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇൻ ഫേവർ. അതല്ല, ഇതല്ല, എഗനസ്റ്റ് അല്ല, ഫേവർ ആണ്. ഓക്കെ, ദെൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്താണ് എന്ന്. ദെൻ അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് പീറ്റർ ഡ്രക്കർ. അതായത് കോൺട്രിബ്യൂഷൻ, ഈ പീറ്റർ ഡ്രക്കർ പറഞ്ഞിരിക്കുന്ന അവർ എന്തൊക്കെയാണ് സംഭാവനകൾ നൽകിയിരിക്കുന്നത് ബിസിനസ് മാനേജ്മെൻറ്റിൽ, അതിനെക്കുറിച്ച്. പിന്നെ എക്സ്പ്ലെയിൻ എംപിരിക്കൽ അപ്രോച്ച്. എംപിരിക്കൽ അപ്രോച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ടോപ്പിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ടു ക്രിയേറ്റ് ഇൻഫോർമൽ ഗ്രൂപ്പ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് നമുക്കിപ്പോൾ ടു ക്രിയേറ്റ് ഇൻഫോർമൽ ഗ്രൂപ്പ്, ഇൻഫോർമൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അത് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക്, ഇൻഫോർമൽ ഫോർമൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അതൊക്കെ വരുന്നത്. ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ലാസ്റ്റ് വീഡിയോയിലാണ് തോന്നുന്നു അല്ലേ, അതിൽ നമ്മൾ പറയുന്നുണ്ട് ഗ്രൂപ്പ്സിനെ കുറിച്ച്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ 15 മാർക്കിൻ്റെ മേലെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ വന്നിട്ടുണ്ട്. 5 മാർക്സും എസ്സേ ടൈപ്പൊക്കെ വന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് മിസ്സാക്കരുത് കേട്ടോ. ഇൻഫോർമൽ ഗ്രൂപ്പ്, ഫോർമൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ടൈപ്സും കാര്യങ്ങളൊന്നും മിസ്സാക്കണ്ട. പിന്നെ പറയുന്നത് എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ചസ്. പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും എന്ത് ടെക്നിക്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്ക് കേട്ടോ. നമുക്ക് അറിയാം റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അത് നോക്കി വയ്ക്കുക. പിന്നെ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എൻവിറോൺമെൻറ്റൽ എത്തിക്സ്. കണ്ടോ, എൻവിറോൺമെൻറ്റ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് റിപ്പീറ്റഡ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അത് നമ്മൾ എപ്പോഴും പഠിക്കാതെ ഇരിക്കുകയില്ല അല്ലേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ബുക്ക് ഫസ്റ്റ് പഠിക്കണമെങ്കിൽ നമ്മൾ ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നന്നായി പഠിക്കേണ്ടതാണ്. അത് അത്രയും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, കാരണം എല്ലാ പ്രാവശ്യം ചോദിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചോദിച്ചില്ല എന്നുണ്ട്, പക്ഷേ അതെങ്കിലും നമ്മളെന്താ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. അതൊക്കെ എസ്സേ ടൈപ്പായിട്ടും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് 2008 തന്നെ നമുക്കതിൻ്റെ എസ്സേ ടൈപ്പ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. സ്കോപ്പ് അതേപോലെ നേച്ചർ, മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ് നേച്ചർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ വേരിയസ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ബിസിനസ് പോളിസീസ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുക. വേരിയസ് എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇൻഫ്ലുവൻസ് ബിസിനസ് പോളിസി. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ബൈ ടു ഇംപ്രൂവ് എത്തിക്കൽ കോണ്ടക്ട് ഓഫ് ബിസിനസ്. പിന്നെ അതേപോലെ നമ്മൾ കണ്ടക്ട് ഓഫ് ബിസിനസ് ഉണ്ടാവില്ല, അത് എത്രത്തോളം സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഏതൊക്കെ മെഷേഴ്സാണ് എടുക്കുക ബിസിനസ് എത്തിക്സിൻ്റെ ബേസിൽ. അപ്പോൾ ബിസിനസ് എത്തിക്സിൽ നിന്നും ഒരു എസ്സേ ടൈപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് 2008 ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിലത്തെ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മോഡേൺ ബിസിനസ്. മോഡേൺ ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ സെക്കൻഡ്, ഡിഫൈൻ കൺട്രോൾ, എക്സ്പ്ലെയിൻ ദ കൺട്രോൾ പ്രോസസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്ട്രാറ്റജി, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി. Then next question, what are the management do to overcome the resistance to organizational change? Then briefly explain Maslow's need hierarchy theory. കണ്ടത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത്.
മോട്ടിവേഷൻ തിയറി എന്തായാലും നോക്കണം കേട്ടോ, ആ ഏരിയ കംപ്ലീറ്റ് ആയി നോക്കണേ. ദെൻ വാട്ട് ഈസ് ബിസിനസ് എൻവിറോൺമെൻറ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സോഷ്യോ കൾച്ചറൽ എൻവിറോൺമെൻറ്റ്, അതായത് ബിസിനസ് എത്തിക്സിൻ്റെ സെക്ഷൻസ് നന്നായിട്ട് നോക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഈ പറയുന്ന 4 മാർക്സ്, അതായത് ആ 2009 അത് 4 മാർക്സ് ആയിരുന്നു. ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുന്നതിലൊക്കെ 4 മാർക്സ്, നമുക്കാണ് ഇപ്പോൾ ഏത് വന്നിരിക്കുന്നത് 5 മാർക്സ് വന്നിരിക്കുന്നത്. Then next, what are the features of quality circle? Features of quality circle. Then next, briefly explain the process of strategy. Strategy important ആയിട്ട് വരുന്നത്. Then outline the major contribution of Elton Mayo to management. Contribution Elton Mayo മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു സംഭാവന നൽകി കോൺട്രിബ്യൂഷൻസ് നൽകിയത് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതാൻ പറഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെയുള്ളത് വാട്ട് ഈസ് പ്ലാനിങ്, സ്റ്റേറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, പ്ലാനിങ് എന്താണെന്നോ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജെക്ഷൻസ് എഗൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ് അത് ബിസിനസ്സിന് എഗൻസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞത് സൊസൈറ്റിയുടെ ബേസിൽ പറഞ്ഞു, കൺസ്യൂമറിൻ്റെ ബേസിലൊക്കെ പറഞ്ഞപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്റ്റേറ്റ് ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സ്റ്റേറ്റ് ദ വേരിയസ് എലമെൻറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് എലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് തന്നെ ഈ ഒരു വർഷത്തെ എസ്സേ ടൈപ്പ് നോക്കാം. ഡിഫൈൻ മാനേജ്മെൻറ്റ്, എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിഫൈൻ ചെയ്ത് വയ്ക്കുക, അതിൻ്റെ നേച്ചർ എന്ത് ചെയ്യുക, നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ പറയുന്നത് ഹെൻറി ഫയോൾ ഈസ് കൺസിഡേഴ്സ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. ഡിസ്കസ്, അതായത് ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയുടെ ഫാദറാണെന്ന് പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ തേർഡ് വൺ, എക്സ്പ്ലെയിൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേഴ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. നമ്മൾ പറയില്ലേ ഗ്രൂപ്പ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട് എന്ന് പറയില്ലേ, അത് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേഴ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറത്തെ നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ആസ് പ്രൊഫഷൻ ആണെന്ന് പറയുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ റീസൺസ് നമുക്കറിയാലോ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് എത്തിക്സ് കമ്മിറ്റി, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, എത്തിക്സ് കമ്മിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ഇത് റിപ്പീറ്റഡ് അല്ല, പക്ഷേ ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ്. മാനേജ്മെൻറ്റും ലീഡർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ 5 മാർക്സിന് നിങ്ങൾക്ക് എന്തായാലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു 2 കാര്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ, അത് നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ മാനേജേഴ്സ് റെസ്പോൺസിബിലിറ്റി ആസ് കൺട്രോളർ. എക്സ്പ്ലെയിൻ ചെയ്യുക, മാനേജേഴ്സ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി കൺട്രോളിൻ്റെ റോളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അല്ലെ, മാനേജർ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് ഇവരൊക്കെ ചെയ്യുന്നത്, അതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് അത് നമ്മൾ റിപ്പീറ്റഡാണ്, അതൊക്കെ സ്റ്റെപ്സ് എന്നൊക്കെ പറയുമ്പം ഓർഡർ കറക്റ്റായിട്ട് തന്നെ 1 2 3 എന്ന് പറയുന്നത് അത് എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതേപടി എഴുതണേ. ദെൻ എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷനും പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ പറഞ്ഞതാണ്, ഇത് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻസ്. ഓക്കെ, ഇത് നമ്മുടെ ഇതിലെ വരുന്നത് 5 മാർക്സിൻ്റെ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ നോക്കിയത് 2010-ലെ 2010 ആ ഒരു സമയത്തൊക്കെ യൂണിവേഴ്സിറ്റി വെയിറ്റേജിൻ്റെ ബേസിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ 2 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കാരണം 5 × 2 എന്ന് പറഞ്ഞിട്ട് 10 വെയിറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണുന്നത് അതെന്താ വെയിറ്റേജാണ്. അപ്പോൾ ആ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതുന്ന 5 മാർക്സിൻ്റെ ബേസിലുള്ള ആൻസേഴ്സിൻ്റെ ആ ഒരു അത്രയും എന്താ പറയുക സെൻറ്റൻസും കാര്യങ്ങളൊക്കെ എഴുതണമായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തുതന്നെയാണ് ഇത് വരിക, 5 മാർക്സിനാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ ആ വർഷത്തെ എസ്സേ ടൈപ്പ് നോക്കാം. എക്സ്പ്ലെയിൻ ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫയോൾസ് പ്രിൻസിപ്പിൾസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ. അതായത് എല്ലാം ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് കോളം വൈസ് ആയിട്ട് എഴുതുക, അതാണ് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അതിനുശേഷം ഏതൊക്കെ സോഴ്സസ് ആണ്, ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് സോഴ്സസ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എക്സ്റ്റേണൽ സോഴ്സസും ഇൻറ്റേർണൽ സോഴ്സസും എഴുതണം. Then explain a brief account of the evaluation of management thought. അതായത് നമ്മളിത് ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ പറയുന്നില്ലേ ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളതില്ല, അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷനാണ് എഴുതേണ്ടത് കേട്ടോ എസ്സേ. ദെൻ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് വൺ, ഡിഫൈൻ ഹാവത്തോൺ സ്റ്റഡീസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് അതേപടി തന്നെ ഉണ്ട്. ഹാവത്തോൺ സ്റ്റഡീസ് ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് പഠിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദെൻ വാട്ട് ഈസ് മാനേജ്മെൻറ്റ്,
which one do you think are the most important steps and why? അതായത് മാനേജ്മെൻറ്റ് എന്താണ് എന്നും അതിൽ നിങ്ങളിപ്പോൾ ഏതാണ് തിങ്ക് ചെയ്യുന്ന ആ മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് അത് എന്തുകൊണ്ട് എന്നുള്ളതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡെലിക്കേഷൻസ് ആൻഡ് ഡീസെൻട്രലൈസേഷൻസ്, അതായത് സെൻട്രലൈസേഷനും ഡെലിക്കേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. Then narrate the relevance of ethics in Indian corporate. Give an example from Indian corporate. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നറേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്ത് റെലവൻസ് ഓഫ് എത്തിക്സ് ഇൻ ഇന്ത്യൻ കോർപ്പറേറ്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ കോർപ്പറേറ്റിൽ എത്തിക്സിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. പിന്നെ റൈറ്റ് എനി 2 തിയറീസ് ഓഫ് മോട്ടിവേഷൻ്റെ തിയറീസുകൾ ഉണ്ടല്ലോ, അതിലത്തെ ഏതെങ്കിലും 2 എണ്ണം ഇതാണ്, ഓരോന്ന് ഹെഡിങ് എടുത്ത് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ MBO ആൻഡ് ഈറ്റ്സ് അഡ്വാൻറ്റേജസ്. MBO എന്താണ് എന്നും, അതായത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിൽ അത് എന്താണ് എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? എസ്സേ ടൈപ്പിൽ ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ഫീച്ചർ ഓഫ് എ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഡിസ്കസ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇറ്റ്സ്. അതായത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെയും ഫീച്ചേഴ്സ് എഴുതുക, അതേപോലെ തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെയും ഫീച്ചേഴ്സ് എഴുതിയിട്ട് ഈ പറഞ്ഞ ഇതിൻ്റെയും അതായത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതുക. ദെൻ വാട്ട് ഈസ് പ്ലാനിങ്? ഡിസ്കസ് ദ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് പ്രോസസ്. Explain the importance of planning with example. Okay. Then next, what do you mean by selection and recruitment? Frame a selection process for the level managers in a corporate. Okay, സെലക്ഷൻസിൻ്റെ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ഇല്ല, അതിൻ്റെയൊക്കെ ഒന്ന് സെക്ഷൻസ് നന്നായിട്ട് നോക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് സെലക്ഷനും റിക്രൂട്ട്മെൻറ്റും എന്ന്, അതേപോലെ തന്നെ സെലക്ഷൻ്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി എഴുതി വയ്ക്കും. ക്ലിയർ? The next year 5 marks question, explain the importance of study of business ethics. The next, what are the reasons for poor work ethos? Explain features of organization culture. ഇപ്പോൾ നോക്കി ഈ പറഞ്ഞ 3 എണ്ണം തേർഡ് മോഡ്യൂളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത് അല്ലേ. The next, what are the causes of line staff conflict? അതായത് കോസസ് ലൈൻ സ്റ്റാഫ് കോൺഫ്ലിക്റ്റ് വരാനുള്ള റീസൺസ് എന്തൊക്കെയായെന്ന്. Then explain the advantages of decentralization. Then explain the need for coordination. Then explain the principles of effective delegation. ക്ലിയർ? ഇതൊക്കെ മുമ്പ് വെയിറ്റേജ് ആയിരുന്നു കേട്ടോ. നിങ്ങളത് വിചാരിക്കും 2 മാർക്സ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തുള്ള 5 മാർക്സിൻ്റെ ലെവലാണ് ആ സമയത്ത് വെയിറ്റേജ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഉള്ളത്. ക്ലിയർ? ഇനി നമുക്ക് എസ്സേ ടൈപ്പ് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഡെവലപ്ഡ് ബൈ ഹെൻറി ഫയോൾ. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ലൈൻ ഓർഗനൈസേഷൻ? വാട്ട് ആർ ഇറ്റ്സ് ലിമിറ്റേഷൻസ്? അതായത് ലൈൻ ഓർഗനൈസേഷൻ എന്താണെന്നും അതിൻ്റെ ലിമിറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ അത് എങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ നെക്സ്റ്റ്, വാട്ട് ഹാഡ് ബീൻ ദ ഇന്ത്യൻ ഹെറിറ്റേജ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻസ് ആസ് റിഗാർഡ് ആസ് എ വർക്ക് എത്തോസ്. ഓക്കെ, ഇതാണ് ഈ വർഷത്തെ എസ്സേ ടൈപ്പ്. ദ നെക്സ്റ്റ് ഇയറിലത്തെ ക്വസ്റ്റ്യൻ 5 മാർക്സിന്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എത്തിക്സ്? എത്തിക്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ വാട്ട് ആർ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്? Then explain Likkert's leadership theory. Then explain the Maslow's theory of motivation. എല്ലാം റിപ്പീറ്റഡ് ആയത്. Then അതേപോലെ തന്നെ distinguish between recruitment and selection. Then distinguish between upward communication and downward communication. Then describe the various steps involved in the process of control. ഈ പറയുന്ന ക്വസ്റ്റ്യൻ എല്ലാം തന്നെ തൊട്ടും മുമ്പുള്ള വീഡിയോസുകളിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഒന്നുപോലും പുതിയതില്ല, എല്ലാം റിപ്പീറ്റഡാണ് അല്ലേ. എസ്സേ ടൈപ്പിൽ ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ഹെൻറി ഫയോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ദെൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻസ്. അതായത് നമുക്കിപ്പോൾ പറയുന്ന തേർഡ് ക്വസ്റ്റ്യൻ മാത്രമാണ് അധികം റിപ്പീറ്റഡ് കണ്ടിട്ടില്ലേ എസ്സേ ടൈപ്പിൽ കാണാത്തത് പോയത്. ഡിസ്കസ് ദ ഡീറ്റെയിൽസ് ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ. ബാക്കിയെല്ലാം റിപ്പീറ്റഡ്, ഈ 2 ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇയറിൽ 5 മാർക്സ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? Then what are the factors responsible for poor work culture in the organization? The next, explain MBO and its advantage. Then അപ്പോൾ ഈ പറഞ്ഞ നോക്കുക 3 ക്വസ്റ്റ്യൻ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ദെൻ സെക്കൻഡ് പറഞ്ഞിങ്ങനെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ പുവർ വർക്ക് കൾച്ചർ ഇൻ ഓർഗനൈസേഷൻ. നമ്മളത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സെക്ഷനിലും. അതേപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ ഇതിൽ ഓർഗനൈസേഷനിൽ വർക്കിൻ്റെ കണ്ടീഷൻസ് പുവർ ആയിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ റീസൺസ് ഏതൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ എം ബി ഒയുടെ അതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഈസ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എക്സ്പ്ലെയിൻ വൈ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ആർട്ട്, അത് എന്തുകൊണ്ടാണ് പറയുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത് മാനേജ്മെൻറ്റ് ആസ് ആൻ പ്രൊഫഷൻ എന്നുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി 2 തിയറീസ് ഓഫ് മോട്ടിവേഷൻസ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ലേ. ദെൻ വാട്ട് ഡു യു മീൻ ബൈ കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് ദ റോൾ ഓഫ് ഓർഗനൈസേഷൻ കൾച്ചർ ഇൻ എത്തിക്സ്. ദെൻ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലീഡർഷിപ്പ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ്, അതേപോലെ ഓർഗനൈസേഷൻ കൾച്ചർ ഇൻ എത്തിക്സിൻ്റെ ടൈപ്പ്, അതിന് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ 5 മാർക്സ് ബേസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ എസ് എ ടൈപ്പിൽ വാട്ട് ഡു യു മീൻ ബൈ റിക്രൂട്ട്മെൻറ്റ്, സ്റ്റേറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അത് അതിൽ ചോദിച്ചിരിക്കുന്നത് എക്സ്റ്റേണലും ഇൻറ്റേർണലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. The next, what is planning? Discuss the steps in planning process. Explain the importance of planning. അതായത് പ്ലാനിങ് എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്. നമുക്ക് പ്ലാനിങ്ങും അതിൻ്റെ സ്റ്റെപ്സും ചോദിച്ചിട്ട് 5 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി ചേർത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ വാട്ട് ഈസ് മാനേജ്മെൻറ്റ്? ഡിസ്കസ് ദ വേരിയസ് ഫങ്ഷൻസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്. അതായത് മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എഴുതുക, അതും ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, പക്ഷേ എങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഇനി 2018 ക്വസ്റ്റ്യൻ പേപ്പർ 5 മാർക്സ്. എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് മേരി പാർക്കർ ഫോളറ്റ്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്, ബിസിനസ് മാനേജ്മെൻറ്റിൽ തന്നിരിക്കുന്നത് എന്നുള്ളത് എഴുതാൻ പറഞ്ഞിരിക്കുക. പിന്നെ നെക്സ്റ്റ്, വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ സ്റ്റെപ്സ് റിക്വയർഡ് ടു ടേക്ക് ആൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നും അതിൽ ഒരു നല്ലൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സ് എന്താ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്താ. ദെൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഡീസെൻട്രലൈസേഷൻസ് ആൻഡ് ഡെലിഗേഷൻ. ദ ഇൻഫോർമൽ ഓർഗനൈസേഷൻ നീഡ്സ് ടു ബി സ്ട്രോങ് ഇനഫ് ടു സപ്പോർട്ടേറ്റ് ബട്ട് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഡോമിനേറ്റ്. ഡിസ്കസ്. അതായത് ഡീസെൻട്രലൈസേഷനും ഡെലിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാം. അതിനുശേഷം അവർ ചോദിച്ചിരിക്കുന്നത് ദ ഇൻഫോർമൽ ഓർഗനൈസേഷൻ നീഡ് ടു ബി സ്ട്രോങ് ഇനഫ് ടു സപ്പോർട്ട് യു. അതായത് നമുക്കിതിലിപ്പോൾ ആ സ്ഥാപനത്തിൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ നീഡ്സ്, ഇൻഫോർമൽ ഓർഗനൈസേഷനാണ് ആവശ്യം. അത് എന്തിനാണെന്നറിയോ, നമുക്ക് ആ പറയുന്ന കൂടുതൽ ആ സ്ഥാപനത്തിൽ കുറച്ചും കൂടി കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ അത് എന്തുകൊണ്ടാണ്, അതല്ല അതിലും പറയുന്നുണ്ട് എന്ത്, ബട്ട് നോട്ട് സ്ട്രോങ് ഇനഫ് ടു ഡോമിനേറ്റ് ചെയ്യാൻ അതിൽ അത്ര അധികാരം ഇല്ലല്ലോ, അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Clear. Then next, explain briefly the styles of leadership. Then define control. What are the main features of control? അപ്പോൾ ലീഡർഷിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൈൽസ് ഇൻ ലീഡർഷിപ്പില്ലേ, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അടുത്തത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് കൺട്രോൾ എന്ന് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സും. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയർ എന്തൊക്കെയാണ്, തടസ്സങ്ങൾ അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് അഡ്വർടൈസ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ആസ് അൺഎത്തിക്കൽ. അതായത് നമ്മുടെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അൺഎത്തിക്കലായിട്ട് കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ കോസസ് ഓഫ് എ സ്ട്രെസ് അറ്റ് വർക്ക്. നമ്മൾ വർക്ക് സൈറ്റിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ എന്തൊക്കെയാണ് സ്ട്രെസ്സ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ 5 മാർക്സിന് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എസ് എ ടൈപ്പ് നോക്കാം. Then first one, explain the importance of management. Discuss the concept management as profession. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നും അതേപോലെ മാനേജ്മെൻറ്റ് ആസ് പ്രൊഫഷൻ ആണെന്ന് പറയുന്നതിൻ്റെ റീസൺസ്, അല്ല എന്തുകൊണ്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രൊഫഷൻ എന്ന് പറയാൻ കാരണം, അതും എഴുതുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ മീനിങ്ങും അതിൻ്റെ ഇമ്പോർട്ടൻസും എഴുതുക. അതിനുശേഷം അവരെന്താ ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറീസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റാണ്. ദെൻ വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ്? എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എത്തിക്സ്. അത് തേർഡ് മോഡൽ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ബിസിനസ് എത്തിക്സ് എന്താണ് എന്നും അതേപോലെ തന്നെ ബിസിനസ് എത്തിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് സ്കോപ്പും എഴുതുക. ക്ലിയർ? ഇതാണ് നമ്മൾ 2018 എസ് എ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് 2019 5 മാർക്സും എസ് എയും നോക്കാം.
2019 question. First one, write a note on total productive maintenance, TPM. Then next, discuss the different types of stress. Then third one, what are the major elements of logistic management? Then discuss the role of business ethics in era of globalization. Then what are the major steps in control process? Then state the features of coordination. Then explain the path goal model of leadership. Then mention major activities included in the staffing process. ഇത്രയുമാണ് 2019 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ TPM ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പോർഷനിൽ വരുന്ന ആ ചാപ്റ്ററിൽ വരുന്ന ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മെയിൻ്റെനൻസ് കുറച്ച് കാര്യങ്ങളില്ല, TQM എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ മോഡ്യൂളിൽ സ്ട്രെസ് ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഓരോ ക്വസ്റ്റ്യനും നോക്കിയിട്ട് അതിന് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ നോക്കുക. ബിസിനസ് എത്തിക്സ് ഇൻ ഇയർ ഓഫ് ഗ്ലോബലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് എത്തിക്സിൻ്റെ ആ മോഡൽ നന്നായി പഠിക്കണം. ലീഡർഷിപ്പിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, പാത്ത് ഗോൾ മോഡൽ ഓഫ് ലീഡർഷിപ്പ് പറഞ്ഞാൽ ലീഡർഷിപ്പിൻ്റെ സെക്ഷൻസ് പഠിക്കുക. കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കോർഡിനേഷനും അതുമായി റിലേറ്റഡ് വേറെ ചാപ്റ്റർ ആ പോർഷനിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് എസ്സേ ടൈപ്പ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what do you mean by delegation of authority and what are its principles and steps? എന്താ delegation of authority എന്ന് പറയുന്നത്, അതേപോലെ അതിൻ്റെ പ്രിൻസിപ്പിളും സ്റ്റെപ്സും. The next question, what is organization structure? State the types of organization structure and their features. പിന്നെ ചോദിച്ചിരിക്കുന്നത് write a note on management by participation. പിന്നെ ചോദിച്ചിരിക്കുന്നത് what is business ethics and state the importance of business ethics. ഞാൻ പറഞ്ഞില്ലേ എസ്സേ ടൈപ്പായിട്ടൊക്കെ ഇപ്പോൾ ചോദിച്ച് വരുന്നതാണ് ബിസിനസ് എത്തിക്സ്. അപ്പോൾ അത് നന്നായി തേർഡ് മോഡിൽ പഠിക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ, അത് നമ്മൾ ലാസ്റ്റ് മോഡിൽ തൊട്ടില്ലേ അതിൽ നോക്കുന്ന ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പാർട്ടിസിപ്പേഷൻ നോക്കുക. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പിന്നെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇതിൽ പറയുന്ന 10 മാർക്കിൻ്റെയാണ് ഇപ്പോഴത്തെ സിലബസ് പ്രകാരം എസ്സേ ടൈപ്പായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും 2 എണ്ണമാണ് എടുത്ത് എഴുതേണ്ടത്. ചിലപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ 3 എണ്ണം തരും. ഇപ്പോൾ ഇതിൽ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 4 തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രാവശ്യം എത്ര ചോയ്സ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, മറ്റേ 5 മാർക്സും 2 മാർക്സൊക്കെ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് എല്ലാം എഴുതണം. പക്ഷേ സീലിംഗ് ഉള്ളത് കൊണ്ട് 25 മാർക്സ് 2 മാർക്സിനും അതേപോലെ തന്നെ 5 മാർക്സ് എഴുതുമ്പോൾ അത് 35 ആയിട്ടല്ലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് നോക്കുക എല്ലാ ക്വസ്റ്റ്യനും. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോസ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് 2008 മുതൽ 2008, 2009, 10 പിന്നെ 11 2011 എനിക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതും കൂടി നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ 12 ഉണ്ട്, 13, 14, 15 ഉണ്ട്, 16ഉം 17ഉം ആ വർഷത്തെയും കയ്യിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ 18, 19 ഉണ്ട്. അപ്പോൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മിസ്സിങ് ആയിട്ടുള്ളത്. എങ്കിലും നമ്മൾ ആ പറയുന്ന ഒരു ഏകദേശം ഒരു 18 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയിട്ടുണ്ട്. 18 അല്ലെങ്കിൽ 17 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വീഡിയോസ് നോക്കുക. അതേപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് റിവിഷൻ ചെയ്യണ സമയമുള്ളൂ. അപ്പോൾ അതൊക്കെ റിവിഷൻ നന്നായിട്ട് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പ്രസ് ദ ബെൽ ബട്ടൺ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.